ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നെ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടായിരിക്കും അല്ലെ, ഇന്നെന്താണ് ഈ കോലത്തിൽ നിന്ന്. അപ്പൊ ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എന്റെ ഇപ്പോഴത്തെ ഹെയർ സ്റ്റൈൽ നന്നായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഹെയർ സ്റ്റൈലിങ്, അതുപോലെ ഹെയർ ആക്സസറീസ്, അതിന്റെയൊക്കെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഏതായാലും ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഹെയർ സ്റ്റൈലിങ്ങും ഹെയർ കട്ടിങ്ങിന്റെ ഒക്കെ കാണിക്കുമ്പോൾ ഏതായാലും മുടി ഒക്കെ വാഷ് ചെയ്തിട്ട് വേണമല്ലോ തുടങ്ങാൻ. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് മുടി വാഷ് ചെയ്ത് ഞാൻ ഇങ്ങനെ കെട്ടിവെച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ട് അങ്ങ് തുടങ്ങാം. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഇന്ന് ആദ്യം ചെയ്തത് എന്റെ ഹെയറിൽ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. റെഡ് കളറാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഇപ്പൊ കുറെ നാൾ കൂടിയാട്ടോ ഞാൻ ഹൈലൈറ്റിങ് ചെയ്യുന്നത്. കുറെ നാളെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസമെങ്കിലും ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാനിങ്ങനെ എല്ലാ മാസവും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വിടുന്നതായിരുന്നു. പക്ഷെ ഇപ്പം കുറെ നാളായിട്ട് ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഹെയർ ഹൈലൈറ്റ് ചെയ്തു. അപ്പൊ ഹെയർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മുടി ഇങ്ങനെ ചെറിയ പാർട്ടീഷൻ ആക്കിയിട്ട് നമ്മുടെ കളർ മിക്സ് ചെയ്തത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇന്ന് ബ്ലീച്ച് ഒന്നും ഇട്ടിട്ടില്ല, കാരണം ഓൾറെഡി ഞാൻ ഡൈ ചെയ്യുന്ന ഹെയർ ആയതുകൊണ്ട് ആ ഒരു കളറിലേക്ക് ഈ ഇപ്പൊ ചെയ്യുന്ന ഈ ഹൈലൈറ്റിംഗ് കളറങ്ങ് ശരിക്കും പിടിച്ചോളൂ. അപ്പൊ ഞാൻ ഓൾറെഡി ഡൈ ചെയ്യുന്ന കളർ തന്നെ റെഡിഷ് മെറൂൺ കളർ കിട്ടാൻ വേണ്ടി രണ്ടെണ്ണം മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് ഈ ഒരു നല്ല എന്താണ് ഫയർ റെഡും കൂടി അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും മുടിക്ക് നല്ലൊരു കളർ കിട്ടും. അപ്പൊ എനിക്കിഷ്ടമാണ് മുടി അങ്ങനെ ചുമന്നൊക്കെ ഇരിക്കുന്നത്. 3/4 മണിക്കൂറായപ്പോഴാണ് വാഷ് ചെയ്തത്. അപ്പൊ ഇന്ന് വാഷ് ചെയ്തപ്പോ ഉണ്ടല്ലോ, വെള്ളം ഒഴിച്ച് വാഷ് ചെയ്തപ്പോ ഒട്ടും കളറ് യൂസ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ കറക്റ്റ് ക്വാണ്ടിറ്റി ആണ് ഇന്ന് എന്റെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്തത് എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ കളർ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ വാഷ് ചെയ്യുമ്പോഴത്തേക്കും ആ വെള്ളത്തിന്റെ കൂടെ ഈ കളറും കൂടെ പോകുന്നതായിട്ട് കാണാം. അപ്പൊ ഞാൻ സാധാരണ അങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് കളറൊക്കെ അങ്ങനെ പോകുന്നതായിരുന്നു. പക്ഷെ ഇന്ന് ഒട്ടും കളറ് പോയിട്ടില്ല, ഊസായിട്ട് പോയിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ കറക്റ്റ് എമൗണ്ട് ആണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്തത് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങളും ഹെയർ കളർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ആവശ്യത്തിന് മാത്രം എടുത്ത് മിക്സ് ചെയ്തിട്ട് അത് മാത്രം നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ ഈ മിക്സ് ചെയ്ത് കൂടിപ്പോയല്ലോ എന്ന് ഓർത്താണ് നമ്മൾ പലപ്പോഴും ഉള്ള കളർ എല്ലാം കൂടെ മുടിയിലേക്ക് തേക്കുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. മുടിയിലേക്ക് ആവശ്യത്തിനുള്ള അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി നമ്മൾ വാഷ് ചെയ്യുമ്പോൾ പോത്തേ ഉള്ളൂ. അപ്പൊ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഹെയർ കഴുകി, അതിന് അല്പം ഷാമ്പു ഇട്ടു, ഹെയർ കഴുകി, അതിനുശേഷം ഞാൻ കണ്ടീഷണർ അപ്ലൈ ചെയ്തു. അപ്പൊ ഹെയർ കളർ ഞാൻ യൂസ് ചെയ്തത് സ്ട്രീക്സിന്റെ ആണ്. ഷാമ്പു യൂസ് ചെയ്ത് ഡവിന്റെ ആണ്. കണ്ടീഷണർ ഇന്ന് ഞാൻ യൂസ് ചെയ്തത് കളർ ചെയ്തതായതുകൊണ്ട് ഗാർണിയർ നാച്ചുറൽസിന്റെ കണ്ടീഷണറാണ് യൂസ് ചെയ്തത്. അത് നമ്മൾ ഈ ഹെയർ ഡൈ വാങ്ങിക്കുമ്പോൾ 2 ചെറിയ പാക്കറ്റ് കണ്ടീഷണർ അതിനകത്ത് കിട്ടില്ല. ആ കണ്ടീഷണറാണ് യൂസ് ചെയ്തത്. 2 പാക്കറ്റ് ഞാൻ ഇതങ്ങ് അപ്ലൈ ചെയ്തു. ഹെയർ കളർ ചെയ്തത് കൊണ്ട് മുടി ഡ്രൈ ആവണ്ടെന്ന് കരുതി. അപ്പം കണ്ടീഷണർ അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ് ഹെയറിൽ ഇരുന്നതിന് ശേഷം വെള്ളം ഒഴിച്ച് ഹെയർ നന്നായിട്ട് അങ്ങ് വാഷ് ചെയ്ത്. ഇങ്ങനെ തൂത്തൊന്നും വാഷ് ചെയ്യരുത് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തേച്ച കണ്ടീഷണർ എല്ലാം അങ്ങ് പോകും. അപ്പൊ ജസ്റ്റ് വെള്ളം ഒഴിച്ച് ഇങ്ങനെ തല കുനിച്ച് പിടിച്ച് വെള്ളം ഒഴിച്ചിട്ട് പതിയെ അതിന്റെ ഇടയ്ക്കോടെ ഇങ്ങനെ വിരലുകൾ ഇങ്ങനെ ഓടിച്ചു. അപ്പം നമ്മുടെ എക്സസ് ആയിട്ടുള്ള ആ കണ്ടീഷണർ എല്ലാം അങ്ങ് പോയി, മുടി നല്ല ഓക്കെ ആയി. അതിനുശേഷം തന്നെ ഞാൻ ഇങ്ങനെ കട്ടിയുള്ള ഒരു ടവൽ കൊണ്ട് ഇങ്ങനെ അങ്ങ് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ സാധാരണ കുളിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ തല തൂർത്തുന്ന പോലെ ഇങ്ങനെ ഇട്ട് ഒരുപാട് അങ്ങ് ഹെയർ തൂക്കരുത്. അങ്ങനെയൊക്കെ തൂത്ത് കഴിയുമ്പോൾ നമ്മൾ ആ കണ്ടീഷൻ ഇട്ടതിന്റെ എഫക്റ്റ് ഒക്കെ അങ്ങ് പോകും. അപ്പൊ ജസ്റ്റ് ഇതാ ഇങ്ങനെ നല്ല കട്ടിയുള്ള ടവൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് പൊതിഞ്ഞു വെക്കുക. അപ്പൊ കുറെ വെള്ളം അങ്ങനെ അങ്ങ് വലിഞ്ഞു പോകും. അപ്പൊ ഇനി ഞാൻ ചെയ്യുന്നത് ഹെയർ ഡ്രയർ ഉപയോഗിച്ചിട്ട് ഈ ഹെയർ ഉണക്കുക എന്നുള്ളതാണ്. അപ്പൊ അതൊരു മൊത്തം നമ്മൾ അങ്ങ് ഉണക്കുന്നില്ല. അത് ഞാനൊരു 70% ഹെയർ ഡ്രയർ ഉപയോഗിച്ചിട്ട് ഹെയർ അങ്ങ് ഉണക്കാൻ പോവുകയാണ്. അപ്പൊ അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം ഹെയർ ഡ്രയർ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാലേ. തന്നെയല്ല, അതിന്റെ ഭയങ്കര സൗണ്ട് ആയിരിക്കും. അത് വീഡിയോയിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു അരോചകമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഡ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നില്ല. അപ്പൊ ഞാനൊരു 70% ഡ്രൈ ആക്കിയിട്ട് ബാക്കി പ്രൊസീജിയർ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ ഉപയോഗിക്കുന്ന ഹെയർ ആക്സസറീസ് ഇതൊക്കെയാണ്. ഇങ്ങനത്തെ ചെറിയ ക്ലിപ്പുകൾ, മുടി മുഴുവനുമായിട്ട് ഇടുന്ന ക്ലിപ്പുകൾ, അതുപോലെ ബാൻഡ്, അങ്ങനെയൊക്കെയാണ് ഞാൻ ഹെയർ ആക്സസറീസ് യൂസ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ഇതിൽ പലതും ഞാൻ യൂസ് ചെയ്യുന്നതല്ല. നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ, ഓരോ ഷോപ്പിംഗ് മാളിലോ അല്ലെങ്കിൽ ലേഡീസ് സെന്ററിലൊക്കെ കയറുമ്പോൾ കാണുമ്പം ചിലത് അങ്ങ് മേടിച്ചു വെക്കുന്നതാണ്. ഇത് കൊള്ളാലോ, ഇത് അങ്ങനെ യൂസ് ചെയ്യാലോ, ഇങ്ങനെ യൂസ് ചെയ്യാലോ എന്നൊക്കെ കരുതി. പക്ഷെ ഇതുവരെ പലതും യൂസ് ചെയ്തിട്ട് പോലുമില്ല. ഇതിപ്പോ ഞങ്ങൾ ലാസ്റ്റ് കഴിഞ്ഞ വർഷം ബാംഗ്ലൂർ പോയപ്പം വാങ്ങിയതാണ്. ഇത് മൈസൂർക്ക് പോയപ്പം അവിടുന്ന് ഒരു മാളിൽ കയറിയപ്പം വാങ്ങിയതാണ്. അതുപോലെ ഈ ബാൻഡ്, ഇങ്ങനത്തെ ബാൻഡുകൾ, ഇതൊക്കെ കഴിഞ്ഞ വർഷം ഇവിടുത്തെ ജൂബിലി പെരുന്നാളിന് പോയപ്പം അവിടുന്ന് വെച്ചുവാണി കടയിൽ നിന്ന് വാങ്ങിയതാണ്.
ഈ 2-3 ക്ലിപ്പുകളാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ വാങ്ങിയത്. ഇത് ഇമ്പോർട്ടഡ് ആണെന്നാണ് പറഞ്ഞേ. പക്ഷെ നല്ല വിലയായിട്ടുണ്ട് കേട്ടോ. നല്ല വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്ട് ഈ ഒരു ക്ലിപ്പിന് കണ്ട് 100 രൂപയൊക്കെ ആയതാ. ഇത് ഇമ്പോർട്ടഡ് ആണെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇത് 3 ഞാൻ വാങ്ങിച്ചപ്പോഴേക്കും എടുത്തത് 3ഉം സെയിം കളറായി പോയി. ഇത് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന, വീട്ടിലെ മുടി കെട്ടി വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്ലിപ്പാണിത്. പിന്നെ ഇത് പള്ളിയിലൊക്കെ പോകുമ്പം ജസ്റ്റ് മുടി അങ്ങ് എല്ലാം കൂടി എടുത്തിട്ട് അങ്ങ് വെക്കും. അതുപോലെ ഈ ബനാന ക്ലിപ്പ് യൂസ് ചെയ്യും. പിന്നെ കടയിൽ പോകുമ്പോഴാണെങ്കിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഈ 2 ക്ലിപ്പാ. മുടി മൊത്തം എടുത്തിട്ട് ഈ ക്ലിപ്പ് ഇട്ട് അങ്ങ് പോകും. പിന്നെ ഇതുണ്ട്, ഇങ്ങനത്തെ ക്ലിപ്പുകളൊക്കെ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും എനിക്ക് ഡെയിലി യൂസിന് പറ്റത്തില്ല. കാരണം ഇതൊന്നും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വീലറെ പോകുമ്പോൾ ഹെൽമെറ്റ് വെക്കാൻ പാടാണ്. അതുകൊണ്ട് ഞാൻ അതൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇത് ബാംഗ്ലൂരിൽ നിന്നോ മറ്റോ വാങ്ങിയ ഒരു ക്ലിപ്പാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ ഓരോ മാളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണും. അപ്പൊ നല്ലത് നോക്കി വാങ്ങുന്നത്. ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടാണ് അധികം യൂസ് ചെയ്തിട്ട് പോലുമില്ല. പക്ഷെ അതിന്റെ സ്റ്റോൺ ഒക്കെ ആയിട്ട് ഇളകി പോയിട്ടുണ്ട്. പിന്നെ ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ബാൻഡാണ്. വെറുതെ ഇങ്ങനെ മുടിയിൽ ഇതായിട്ട് അങ്ങ് പോകാം. പിന്നെ ഇതാ ഇങ്ങനത്തെ ഒരു ബട്ടർഫ്ലൈ ക്ലിപ്പ്. ഇത് കണ്ടോ, വലിയൊരു ക്ലിപ്പ്. മുടി മൊത്തം കൂടെ നമ്മൾ പൊക്കി വെച്ച് കെട്ടുമ്പോഴൊക്കെ ഇത് യൂസ് ചെയ്യാനായിട്ട് വരും. പക്ഷെ ഇതൊന്നും ഇതുവരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനത്തെ കുറെ ചെറിയ ക്ലിപ്പുകൾ വാങ്ങിയിട്ടുണ്ടേ. ഞാൻ ഈ ഫ്രണ്ടിൽ വെട്ടിയിട്ടിരിക്കുന്ന മുടി വീട്ടിൽ കൂടെ നടക്കുമ്പോൾ ചിലപ്പോൾ പുറകോട്ട് എടുത്ത് വെച്ച് ക്ലിപ്പ് ചെയ്ത് വെക്കും, നെറ്റിയിലോട്ട് കിടക്കാതിരിക്കാൻ വേണ്ടി. ഇത് കണ്ടോ, ഇത് ഞാൻ പള്ളിപ്പെരുന്നാളിന് വാങ്ങിയതാണ്. അപ്പം നമ്മൾ എത്ര പ്രായമായെന്ന് പറഞ്ഞാൽ ഈ പള്ളിപ്പെരുന്നാളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും പെണ്ണല്ലേ ജാതി, ഇത് കൂട്ട് സാധനമൊക്കെ കാണുമ്പോൾ വാങ്ങിച്ചു പോകും. പിന്നെ ഇത് കണ്ടോ, നല്ല ബട്ടർഫ്ലൈയുടെ രീതിയിലുള്ള ഒരു ക്ലിപ്പ്. ഇത് ഞാൻ ഒരു പള്ളിപ്പെരുന്നാളിന് ഇങ്ങനെ സൈഡിൽ കൂടെ വെച്ചിരിക്കുന്ന ഇങ്ങനെ ഒരെണ്ണം കണ്ടു. കുറെ അങ്ങ് മാറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നി അയ്യോ ആ ക്ലിപ്പ് വാങ്ങാന്ന്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിലെല്ലാം തന്നിട്ട് ആ മനുഷ്യനെ കണ്ടില്ല. പിന്നെ ആ പരിസരം മൊത്തം തപ്പിയാണ് അയാളെ കണ്ടുപിടിച്ച് ഈ ക്ലിപ്പ് വാങ്ങിയത്. പക്ഷെ വാങ്ങിയതേ ഉള്ളൂ, ഇന്ന് വരെ ഇത് മുടിയിൽ ഞാൻ ഇട്ടിട്ടില്ല. ഇടയ്ക്കെടുത്ത് നോക്കും, അങ്ങനെ ഇട്ടോണ്ട് പോകാനുള്ള ഒരു സാഹചര്യം കിട്ടിയിട്ടില്ലെന്നുള്ളതാണ്. പക്ഷെ അത് ഒത്തിരി ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് ഈ ഒരു ബട്ടർഫ്ലൈ ക്ലിപ്പ്. ഞാൻ മുടി ഡ്രൈ ആക്കിയില്ല. ഞാൻ മുടി അതിനുവേണ്ടി മുടി അയച്ചപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തെ. ഇതാ എൻ്റെ ഈ ഫ്രണ്ടിലെ മുടിയുടെ ഇത്തിരി നീളം കുറയ്ക്കണം. ഇത് കുറെ നീണ്ടു പോയിട്ടുണ്ട്, അതിന്റെ ഒരു ഭംഗി കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെനിക്ക് ഇച്ചിരി നീളം കുറയ്ക്കണം. അപ്പൊ അത് നിങ്ങളെ കൂടെ കാണിക്കാം കേട്ടോ. ഇത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എന്നോട് ഇങ്ങനെ ചിലർ ചോദിച്ചു എവിടെയാ ഹെയർ സ്റ്റൈലിങ് ചെയ്തേ, ഹെയർ കട്ട് ചെയ്തേന്നൊക്കെ. അപ്പൊ ഞാൻ ഹെയർ കട്ട് ചെയ്തേക്കുന്നത് ഞാൻ പൊളോണിക്കയിൽ പോയാണ് ചെയ്തത്. അപ്പം എന്റെ നേരത്തെ ബ്ലോ ഡ്രൈ ചെയ്ത് അത് കഴിഞ്ഞ് സ്ട്രെയിറ്റ് ചെയ്ത് ആ ഹെയർ മൊത്തം കട്ട് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ഇപ്പം അങ്ങനെ കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാത്ത ഹെയർ ആണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഞാൻ ഹെയർ ഡൈ ചെയ്യുന്നുണ്ട്, ഹെയർ ഡൈ അപ്ലൈ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ല. എന്റെ നാച്ചുറൽ ഹെയർ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഞാനത് ലെയർ കട്ടാണ് ചെയ്തിട്ടിരിക്കുന്നത്. ലെയർ കട്ട് എന്ന് പറയാൻ എനിക്ക് ആകെ ഇത്ര അല്ലേ നീളമുള്ളൂ. അപ്പൊ ഒത്തിരി ലെയർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 2 ലെയർ ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ലെയർ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് 2 ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ മുഖം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ചന്ദ്രനെ പോലെ വലിയ വട്ടമുള്ള മുഖമാണ്. അപ്പൊ ഈ മുടി ഇങ്ങനെ പുറകോട്ട് ഈര് വെച്ച് കഴിയുമ്പോഴത്തേക്കും മുഖത്തിന് പിന്നെയും വലിപ്പം തോന്നും. എനിക്കത് അത്ര ഒരു സുഖമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് എന്റെ സ്വന്തം ഒരു ഇഷ്ടത്തിലും അഭിപ്രായത്തിലും ഞാനിങ്ങനെ സൈഡിലേക്ക് വെട്ടിയിട്ടതാണേ. അപ്പൊ അത് ഞാൻ തന്നെയാണ് ചെയ്തേ. പിന്നെ ഞാൻ ഈ ഹെയർ കട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ അവര് ജസ്റ്റ് അതൊന്ന് നീണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്യും. പിന്നെ അവർക്ക് ഇങ്ങനെ ഒത്തിരി സലൂൺകാര് ഈ ഒരു സാധനം ഇങ്ങനെ ഒത്തിരി അവര് കയറ്റി ഇറക്കം കുറച്ച് അവര് കട്ട് ചെയ്യുകയല്ല. അവർക്ക് എപ്പോഴും അതിങ്ങനെ ഒരു നമ്മുടെ കണ്ണിന്റെ ഈ ലെവലിന്റെ താഴെ കിടക്കണം, ആ രീതിയിലാണ് അവർ കട്ട് ചെയ്യുള്ളൂ. എനിക്കാണ് അതൊട്ട് ഇഷ്ടമല്ല. എനിക്കിങ്ങനെ എന്റെ നെറ്റിയിലോട്ട് കിടക്കണം, അപ്പോഴാണ് ആ നെറ്റിയൊക്കെ ഇച്ചിരി മറഞ്ഞു നിൽക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നേച്ച് ഇങ്ങനെ നനഞ്ഞിരിക്കുന്ന മുടി ഞാൻ തന്നെ എടുത്തങ്ങ് കട്ട് ചെയ്യും. അപ്പൊ അത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ചെയ്യുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സൈഡിലേക്ക് നമുക്ക് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും വേണമെങ്കിൽ ഇടാം കേട്ടോ. പക്ഷെ ഞാൻ കൂടുതലും റൈറ്റ് സൈഡിലോട്ടാണ് ഇടുന്നത്. എനിക്ക് അതാണ് കുറച്ചുകൂടെ സ്യൂട്ട്. അപ്പൊ അതാണ്ടോ, നനഞ്ഞ മുടി ഞാൻ ഇങ്ങനെ അങ്ങ് എടുക്കും. ഇതിപ്പോ ഓൾറെഡി വെട്ടിയിട്ടേക്കുന്നതുകൊണ്ട് എളുപ്പമുണ്ട്. നമുക്ക് അത് മാത്രം സെലക്ട് ചെയ്തിട്ടൊന്ന് നീളം കുറച്ചാൽ മതി. അതിങ്ങനെ അങ്ങ് ചെരിച്ച് പിടിച്ചിട്ട് ഇതുണ്ട്, ഇങ്ങനെ ഒരു ആംഗിൾ ഒരു കോണായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും. പക്ഷെ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ പിടിച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് അങ്ങ് പിടിക്കും.
ഉണ്ട്. ഇപ്പൊ എനിക്ക് റൈറ്റ് സൈഡിലോട്ടാണ് ഇടണ്ടേ, അപ്പൊ ലെഫ്റ്റ് സൈഡിലോട്ട് പിടിച്ചിട്ടാണ് ഇത് നമ്മൾ കട്ട് ചെയ്യുന്നത്. അത് ഇങ്ങനെ പിടിക്കുന്നതിന് പകരം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ആ കോൺ അങ്ങ് പിടിക്കും, എന്നിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രശ്നം, നമ്മുടെ കണ്ണിലേക്ക് ഈ മുടി വീഴാതെ സൂക്ഷിക്കണം. അപ്പൊ തന്നെ കട്ട് ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് മുടി എടുത്ത് കട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്യൂട്ടാണോ എന്നൊക്കെ അറിഞ്ഞിട്ടേ നിങ്ങൾ അതിന്റെ അളവ് കൂട്ടാവുള്ളേ. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ആദ്യം ഞാനൊരു സ്വല്പം മുടി എടുത്ത് കട്ട് ചെയ്തു. അപ്പൊ എനിക്കത് കുഴപ്പമില്ലെന്ന് തോന്നി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചുകൂടെ മുടി കൂട്ടി കട്ട് ചെയ്തു. അങ്ങനെ കട്ട് ചെയ്ത് ഇത്ര ആക്കി. ഇത് നമുക്ക് ഇങ്ങനെ ലെവലിൽ അങ്ങ് കട്ട് ചെയ്യാം. ഈ കണ്ണടച്ച് പിടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ തീരെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന ഞെറിഞ്ഞിറന്ന് കട്ട് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര കട്ടിയുള്ള മുടിയാണ്, അത് ചിലപ്പോൾ കണ്ണി പോവും. പിന്നെ ഞാൻ ചിലപ്പം പല രീതിയിൽ കട്ട് ചെയ്യും കേട്ടോ, ഓരോ പ്രാവശ്യം ഓരോ രീതിയിലാണ്. ഇതിപ്പോ കണ്ടോ ഇങ്ങനെ ഇങ്ങോട്ട് കണ്ടോ നീണ്ടു കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സൈഡിലോട്ട് ഇടുമ്പോൾ ഇങ്ങനെ നീണ്ട്, ഇവിടുന്ന് ഇങ്ങനെ നീണ്ട് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരാൻ വേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്തേ. ഇച്ചിരൂടെ കട്ട് ചെയ്യാം. ഞാൻ ഈ ക്യാമറയിൽ നോക്കി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങ് ശരിക്കും കാണാൻ പറ്റുന്നില്ല. പിന്നെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പൊ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ ഇടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ നീളം കൂട്ടി ഇങ്ങനെ സെന്ററിലോട്ട് നീളം കുറച്ച് കൊണ്ടുവന്നിട്ട് വീണ്ടും അതേ രീതിയിൽ തന്നെ ഇങ്ങനെ വരും. ഈ സൈഡ് ഈ രണ്ട് സൈഡും നീളം കൂട്ടി. അങ്ങനെ ഞാൻ പല രീതിയിൽ കട്ട് ചെയ്യാറുണ്ട്. എങ്ങനെ കട്ട് ചെയ്താലും ഇത് സെറ്റ് ചെയ്തിടുമ്പോഴത്തേക്കും ഇങ്ങനെ സൈഡിലോട്ട് ഇടുമ്പോഴത്തേക്കും വലിയ മനസ്സിലാവുമൊന്നുമില്ല എങ്ങനെയാ കട്ട് ചെയ്തത്. നമുക്ക് ഇങ്ങനെ ഒരു സൈഡിലേക്ക് കിടന്നാൽ മതിയല്ലോ. അപ്പൊ ഇതിപ്പോ എങ്ങനെ വേണ്ട, ഇപ്പൊ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ സൈഡിലേക്ക് കിടന്നോളും. അപ്പൊ ഞാനിനി ഹെയർ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് കാണിച്ചു തരാം. ആ അലിഷ, അങ്ങനെ ഒരു പോപ്പ് സിംഗർ ഇല്ലേ, അലിഷ ചിന്നായിന്നോ അങ്ങനെയുണ്ട് പേരുള്ള. ഇപ്പൊ ആ ഒരു ലുക്ക് ഉണ്ടല്ലേ എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഡ്രയർ വെച്ച് ചെയ്തു. ഇപ്പൊ ഈ ഫ്രണ്ടിൽ വെട്ടിയിരിക്കുന്ന മുടി ഞാൻ ഇങ്ങനെ ഫ്രണ്ടിലോട്ടാക്കിയാണ് ഡ്രൈ ചെയ്തേക്കുന്നത്. അപ്പൊ അത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്കുണ്ടല്ലോ എന്റെ ഈ മുടി കുറച്ച് ഷോർട്ടാക്കി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നെറ്റിയലോട്ടൊക്കെ വീഴുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നും ഞാൻ അത്ര വീഡിയോ അത്ര ചെയ്യുന്നില്ലായിരുന്നു, കുറച്ച് നാളായിട്ട് സൈലന്റ് ആയിട്ട് ഇരിക്കുമായിരുന്നല്ലോ. അപ്പം അങ്ങനെ ചിലപ്പോൾ ചെയ്യും. ഇപ്പൊ നമ്മൾ ഈ ഫ്രണ്ടിൽ ഇച്ചിരൂടെ ഷോർട്ട് ആക്കിയൊക്കെ വെട്ടിയിട്ടേച്ചേ ഈ ബാക്ക് സൈഡ് മാത്രം ഇങ്ങനെ എടുത്തിട്ട് ഇത്തിരി ഒരു പൊക്കിയൊക്കെ ഇങ്ങനെ ഒരു ക്ലിപ്പൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. കുറച്ചുകൂടെ ഒരു പ്രായക്കുറവൊക്കെ തോന്നും. ഇതിന് ഇത്ര നീളം പാടില്ല കേട്ടോ, ഇച്ചിരൂടെ കുറച്ചിടണം. അല്ലെങ്കിൽ ഇങ്ങനെ സൈഡിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ പല രീതിയിൽ ഞാൻ സെറ്റ് ചെയ്യാറുണ്ട് അല്ലോ. അപ്പൊ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലത്. ആ മുഖത്തിന്റെ വലിപ്പം കുറച്ച് കുറഞ്ഞിരിക്കും. ഇവിടെ ഇങ്ങനെ ഒന്ന് ഇത്തിരി ഒന്ന് പൊക്കി ഒരു ബണ്ണ് പോലെ ആക്കി ഒരു ചെറിയ ക്ലിപ്പ് ഇട്ടാൽ മതി. അപ്പൊ നല്ലൊരു ഹെയർ സ്റ്റൈലാണ് അത്. അപ്പൊ ഇനി ബാക്കി പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഹെയറിൽ അല്പം ഇത് ചേർക്കും, സിറവേ. ഇത് സ്ട്രീക്സിന്റെ ഹെയർ സിറമാണ്. ഇതാണിപ്പോ ഞാൻ കുറെ കാലമായിട്ട് യൂസ് ചെയ്യുന്നത്. അതൊരു ഡ്രോപ്പ് എടുത്തു, ഒന്നല്ലെങ്കിൽ 2 ഡ്രോപ്പ് അത്ര മതി. ഇതിപ്പോ മൊത്തം എന്റെ മുടി ഉണങ്ങിയിട്ടില്ല കേട്ടോ, ഒരു 75-80% ആണ് ഞാൻ ഉണക്കിയിരിക്കുന്നത്. ആ ഒരു ഹെയറിലേക്ക് ഈ സിറം അങ്ങ് അപ്ലൈ ചെയ്യുക. ബാക്കി കലാപരിപാടി നടത്തുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് സെറ്റ് ചെയ്ത് മുടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 ദിവസമൊക്കെ ഇരുന്നോളും കേട്ടോ. അതിൽ കൂടുതൽ എങ്ങനെയാണ് നമ്മൾ മുടി വാഷ് ചെയ്യാതിരിക്കുന്നത്? ഒന്നാമത് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അഴുക്കും പൊടിയൊക്കെ ആവും. അപ്പം 2 ദിവസമൊക്കെ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തിടാനായിട്ട് പറ്റും. അപ്പൊ ഇനി ബാക്കി മുടി സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ സാധനമാണ് ഉപയോഗിക്കുന്നത്, ഈ ഹെയർ കോമ്പ്. ഇത് ഡ്രയറും കോമ്പും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് പ്ലഗിൽ കൊടുക്കാം. ഇത് ഈയിടെ ഒരു മാം എൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചു, വീട്ടിൽ എന്തോ ഫംഗ്ഷൻ ഒക്കെയാ വരുന്നത്, അപ്പം ഹെയർ ഒക്കെ തന്നെ ഒന്ന് സെറ്റ് ചെയ്യണം, എപ്പോഴും പാർലറിൽ പോകാനൊന്നും പറ്റത്തില്ല, അപ്പൊ ഡ്രയർ വാങ്ങണോ ഇത് വാങ്ങണോ ഏതാ നല്ലത്? അപ്പൊ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ടാട്ടോ എനിക്ക് മെസ്സേജ് അയച്ചേ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ സാധനമാണെങ്കിൽ മൾട്ടിപർപ്പസാ. ഡ്രയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രൈ ചെയ്യാൻ മാത്രമല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണെങ്കിൽ മൾട്ടിപർപ്പസാ, പറ്റുമെങ്കിൽ ഇത് വാങ്ങാൻ പറഞ്ഞിട്ട് അവർ ഇത് വാങ്ങി എന്ന് പറഞ്ഞ് പിന്നെ എനിക്ക് മെസ്സേജ് അയച്ചു, ഒത്തിരി യൂസ്ഫുൾ ആയി, നല്ല പ്രോഡക്റ്റ് ആന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പം എനിക്കും ഒരുപാട് സന്തോഷമായി. നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളെങ്കിലും മറ്റുള്ളവർക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആകുന്നെന്ന് കേൾക്കുമ്പോൾ നമുക്കും ഒരുപാട് സന്തോഷമാണ്. അപ്പൊ ഇനി ഇത് വെച്ചിട്ടാണ് ഞാൻ ഹെയർ സെറ്റ് ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് ഉണങ്ങാത്ത മുടിയാൽ വേണം ഇത് വെച്ച് സെറ്റ് ചെയ്യാനായിട്ട്.
അപ്പൊ ആദ്യം ഞാൻ ഈ മുടി ഇപ്പൊ നല്ല കണ്ടീഷണർ ഒക്കെ ഇട്ട് സിറം ഒക്കെ അപ്ലൈ ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഹെയറാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോഡക്റ്റ് വെച്ച് മുടി സെറ്റ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഒട്ടും മുടി പോവുമൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ എന്റെ ഫൈനൽ ലുക്ക് ഇതാണേ. മുടിയൊക്കെ നന്നായിട്ട് ഞാൻ ഡ്രയറൊക്കെ ഉപയോഗിച്ച് മറ്റേ കേളറൊക്കെ ഉപയോഗിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടോ. ഇപ്പൊ ആ മുടിയുടെ ഇത് എന്താണ് വളഞ്ഞു വളഞ്ഞു കിടക്കുന്ന ആ ഒരു സ്ട്രക്ചറൊക്കെ മാറി. നമ്മൾ ഇച്ചിരി സ്ട്രെയിറ്റ് ചെയ്ത പോലെ, എന്നാൽ സ്ട്രെയിറ്റ് ചെയ്തതിന്റെ അത്രയും ഒരു എഫക്റ്റ് വന്നിട്ടുമില്ല. അത്രയും ഇങ്ങനെ വടി പോലെ അല്ല താനും. അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ടുമുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ മുടി കിടപ്പുണ്ട്. കണ്ടോ, ഈ ഫ്രണ്ടിലൊക്കെ വെട്ടിയേക്കുന്നുണ്ടോ, നമ്മൾ സലൂണിൽ പോയി വെട്ടുന്ന പോലെ കറക്റ്റ് ആ ഒരു ഇതൊക്കെ വന്നിട്ടില്ലേ, സ്ട്രക്ചറൊക്കെ വന്നിട്ടില്ലേ. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ മുടി അയച്ചിടാം. ഇത് ബാക്ക് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഒട്ടും ചുളിവൊന്നുമില്ലല്ലോ. ഇതിലും വേണമെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യാം കേട്ടോ. പക്ഷെ ഈ ഒരു രീതിയിൽ കിടക്കുന്നതാണ് എനിക്ക് ഇപ്പൊ ഇഷ്ടം. സ്ട്രെയിറ്റ് ചെയ്ത് ആ ഒരു പ്രാവശ്യം ചെയ്ത് അതിന്റെ കൊതിയും മതി എല്ലാം മാറി. ഇപ്പം എനിക്ക് ഇങ്ങനെ മുടി കിടക്കുന്ന ഇഷ്ടം. എനിക്ക് തന്നെ അറിയായിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഈ ഹെയർ ആണ് എനിക്ക് ചേരുന്നതെന്ന്. മറ്റേ സ്ട്രെയിറ്റ് ചെയ്തത് എനിക്ക് അത്ര ഒരു സ്യൂട്ട് അല്ലാതെ എനിക്ക് അന്ന് മനസ്സിലായിരുന്നു. പിന്നെ നമ്മൾ എന്നാ ചെയ്യാൻ, ഏതായാലും ചെയ്തു പോയില്ലേ. അപ്പൊ പിന്നെ ഇനിയിപ്പോ ഞാൻ കടയിലേക്ക് പോകുമ്പോ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് എടുത്ത് ഒന്നെങ്കിൽ ക്ലിപ്പ് ഇടും അല്ലെങ്കിൽ മറ്റേ ബാൻഡ് ഇടും, അങ്ങനെ എന്തെങ്കിലും ചെയ്യും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതുണ്ടോ ഇങ്ങനെ ഈ ഭാഗം മാത്രം ഒരിത്തിരി ബണ്ണ് പോലെ വെച്ച് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ അയച്ചിടാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു യങ് ആകും ഫേസ്. ചിലപ്പോ ഒക്കെ ഞാൻ മുടി അങ്ങനെ കെട്ടാറുണ്ട് കേട്ടോ. പക്ഷെ മിക്കവാറും കടയിൽ പോകുമ്പോൾ ഞാൻ മുടി അയച്ചിടാറില്ല. ഇങ്ങനെ എന്തെങ്കിലും ക്ലിപ്പോ ബാൻഡോ ഒക്കെ ഇട്ട് ഇങ്ങനെ കെട്ടി വെക്കണം. അതാണ് നമുക്ക് കൂടുതൽ സൗകര്യം. ഇങ്ങനെ കെട്ടി വെക്കുകയുള്ളൂ. അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു കേട്ടോ. ഒരുപാട് സമയമായി, 1:15. ഇന്ന് ചെല്ലുമ്പോ എനിക്ക് സുഖ വഴിയാ കടയിൽ ചെല്ലുമ്പോ. അപ്പോ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.